അതിന് കാരണക്കാരൻ അരവിന്ദ് അല്ലെങ്കിൽ പിന്നെ അതിന് സമാധാനം ബോധിപ്പിക്കേണ്ട ബാധ്യതയും നിങ്ങൾക്കില്ല. മിസ്റ്റർ അരവിന്ദ് രാജ, ഇഷ്ടം പോലെ ഭൂമിയും പാടശേഖരവുമുള്ള മങ്കൊമ്പിൽ തറവാട്ടിൽ നിന്ന് പട്ടണത്തിലെ ഫ്ളാറ്റിലേക്ക് ഞങ്ങൾ സ്വയം പറിച്ചു നട്ടിട്ട് വർഷങ്ങളായി. ഒളിച്ചോടി വന്നതല്ല, പകരം മനസമാധാനം തേടി വന്നതാണ്. ഒഴിഞ്ഞുമാറി ഒരു കൊച്ചു കുടുംബമായി ഞങ്ങൾ ജീവിച്ചു. ഇന്നും അങ്ങനെ തന്നെ. രാജ് കിച്ചണുമായി പരിചയമായതിൽ പിന്നെയാണ് മീര കുറച്ചൊക്കെ പുറത്തിറങ്ങാൻ തുടങ്ങിയത്. പാചകം അവൾക്കിഷ്ടമാണ്, അതിൽ മിടുക്കിയുമാണ്. ഫ്ളാറ്റിന്റെ 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് പുറത്തു കിടന്ന് വല്ലപ്പോഴും ശുദ്ധവായു ശ്വസിച്ചോട്ടെ പാവം എന്ന് ഞാൻ വിചാരിച്ചു. അത് ഇത്തരത്തിലുള്ള മനപ്രയാസങ്ങൾക്ക് കാരണമാകുമെങ്കിൽ തടയാൻ തന്നെയാണ് എന്റെ തീരുമാനം. പിന്നെ രാജ് കിച്ചൺ എന്ന മേരുരാസത്തിൽ മാത്രമാണ് എനിക്ക് നിങ്ങളെക്കുറിച്ച് അറിയാവുന്നത്. അതിനപ്പുറം അറിയണമെന്ന് എനിക്ക് ആഗ്രഹവുമില്ല. വീട്ടിലെ സ്വീകരണ മുറി വരെ മാത്രം പ്രവേശനം കൊടുക്കുന്ന ഒരാളിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തിനറിയണം? ഒരു കാര്യം കൂടി, മീര എന്റെ മരുമകളാണ്, നിളയുടെ മദറിലോയാണ്. എന്നാൽ അതൊന്നുമല്ല, അതിനപ്പുറം നിഖിലിന്റെ അമ്മയാണവൾ. നിഖിൽ, നിഖിലേ, എത്ര നേരമായിട്ട് വിളിക്കുന്നു, ചായ കുടിക്ക്. ഓഫീസിൽ എന്തോ പേപ്പറാണെന്ന് തോന്നുന്നല്ലോ. ഒരു ശ്രദ്ധയില്ലാതെ വെച്ചിരിക്കുന്ന കണ്ടില്ലേ? ഇത് ഓഫീസിലെ പേപ്പർ തന്നെയാണല്ലോ. എഴുന്നേക്കാൻ എന്തെങ്കിലും ഭാവം ഉണ്ടെന്ന് നോക്കിയേ നിഖിൽ. ഒന്ന് എണീറ്റ് നിഖിൽ. ഒരു 5 മിനിറ്റ് അമ്മ. പേഴ്സായാലേ ഇങ്ങനെ വേണം, അറിയോ? ആ നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? കഴിച്ചില്ല. വേണ്ടത്. എന്നാ ഇതെങ്കിലും കുടിക്ക്. വിശപ്പില്ല. ഇതൊന്ന് കുടിച്ചേ നിഖിൽ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ശരി, എന്നാ ഞാൻ ഓഫീസിലേക്ക് തന്നെ പോട്ടെ. അതെന്താ അങ്ങനെ പറഞ്ഞേ? അതായത് അങ്ങനെയാണല്ലോ പറയേണ്ടത്. ശരിയമ്മേ. ദാണ്ടിരിക്കുന്നു. ജീവന് ഭാവം വേണമെങ്കിൽ സ്വന്തമായിട്ടുള്ള വാങ്ങിച്ചുകൂടെ? ഞാൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്നു, എടുക്കണോ? ഇതെന്തു ഒഫീഷ്യലായ എന്തോ ലെറ്ററാണല്ലോ. ഈ ചെറുക്കന്റെ ഒരു കാര്യം. ഹലോ. അതെ, വിളിച്ചിരുന്നു. കഴിഞ്ഞ 2-3 മാസമായിട്ട് കറണ്ട് ബില്ല് കിട്ടിയിട്ടില്ല. മീറ്റർ റീഡിങ്ങിന് ആള് വന്നില്ല. എന്താ? ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഫോണിന്റെ ചാർജർ. ഹലോ, കേൾക്കുന്നില്ലേ? രക്ഷപ്പെട്ടു. നിങ്ങൾ വരാത്തതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? അതിന് മുമ്പ് വരെയുള്ള ബില്ല് കൃത്യമായിരുന്നു. നിങ്ങൾ വന്ന് നോക്കിക്കോ. അതെ അതെ അതെ. ഞാൻ ഇന്നലെ ഇവിടെ വെച്ചിരുന്ന ലെറ്റർ ഇവിടെ പോയി. ഇനി ആരെങ്കിലും എടുത്തു കാണും. എന്തായാലും അമ്മയും മുത്തശ്ശനും ലെറ്റർ കണ്ടിട്ടില്ല. ലെറ്റർ കണ്ടിരുന്നെങ്കിൽ ഇതായിരിക്കില്ല. പക്ഷെ അവിടുത്തെ അന്തരീക്ഷം കണ്ടപ്പോ എനിക്കൊന്നും പറയാൻ തോന്നിയില്ല. അതെ, മീരയ്ക്കും എനിക്കും ഒരേ ഒരു പ്രതീക്ഷയാണ് നിഖിൽ. ആ വിചാരം അയാൾക്കും കൂടി വേണ്ടേ? വീട്ടിൽ ആരെയും അറിയിക്കാതെയാണ്
ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതും കമ്പനിയിൽ നിന്നുള്ള ലെറ്റർ കണ്ട് അത്രയ്ക്ക് ഞെട്ടിപ്പോയി. മാഡം വിചാരിച്ചാൽ നോ അങ്കിൾ, പ്രശ്നത്തിന്റെ സീരിയസ്നെസ് അങ്കിൾ ഇനിയും മനസ്സിലായിട്ടില്ല. ജോലി പോകുന്നത് മാത്രമല്ല വിഷയം. നിഖിലിന്റെ അനാസ്ഥ കാരണം കമ്പനിയുടെ ഒരു പുതിയ പ്രോജക്റ്റ് ക്യാൻസൽ ആയിപ്പോയി. വൻ നഷ്ടമാണ് അതുമൂലം ഉണ്ടായത്. നിഖില് കോമ്പൻസേഷൻ കൊടുത്തേ പറ്റൂ. അല്ല, ഈ കോമ്പൻസേഷൻ എന്ന് പറയുമ്പോ 25 lakhs. ലക്ഷം രൂപ നഷ്ടപരിഹാരം. മാഡം, 25 ലക്ഷം രൂപ ഹെഡ് ഓഫീസാണ് തീരുമാനിക്കുന്നത്. കമ്പനിയുടെ ഒരു രീതി അനുസരിച്ച് 25 ലക്ഷം രൂപ കുറവാണ്. പക്ഷേ ഇത്രയും വലിയ തുക വാട്ട് ക്യാൻ ഐ ഡു? പ്രായത്തിനനുസരിച്ച് പക്വതയില്ലാത്തതാണ് നിഖിലിന്റെ പ്രശ്നം. എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാനായി ഒരു ഗിഫ്റ്റുമായിട്ടാ നിഖില് വന്നത്. ഞാൻ ആ സമ്മാനം സ്വീകരിച്ചില്ല. അപ്പോൾ അയാൾ കൈക്കൂലി തരാമെന്ന് പറഞ്ഞു. 25,000-ഓ 50,000 എന്നോ എന്തൊക്കെയോ പറഞ്ഞു. അതിനുള്ള പക്വത നിഖിലിനുണ്ട്. ആരെ വേണമെങ്കിലും ഞാൻ പോയി കാണാം, കാല് പിടിക്കാം. ഇറ്റ്സ് ടു ലേറ്റ്. അതുകൊണ്ട് ഇനി കാര്യമില്ല. ഓക്കെ ദെൻ അങ്കിൾ. വിവരം നേരിട്ടറിയാൻ വേണ്ടിയാണ് വന്നത്. എന്നാ ശരി. ഇത് ഓഫീസിൽ നിന്ന് കിട്ടിയ സമ്മാനമാണല്ലേ? അതെ മുത്തശ്ശ. ജോലിയിൽ അച്ചടക്കവും സത്യസന്ധതയും കൃത്യനിഷ്ഠയും മികവും കാണിച്ചതിനുള്ള അംഗീകാരം. ഇതൊക്കെ കാണുന്നത് സന്തോഷമുള്ള കാര്യമാണ്. ഉടനെ ഒരു പ്രൊമോഷൻ പ്രതീക്ഷിക്കാവൂ. ആ, മാഡം അതിനെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു. വെരി ഗുഡ്. അപ്പോ ഇതോ? അഭിനന്ദനം അറിയിച്ചുകൊണ്ടുള്ള പ്രത്യേക ലെറ്റർ ആയിരിക്കും. മുത്തശ്ശ, അധിക പ്രസംഗി, നീ മോഷണവും തുടങ്ങിയല്ലേടാ? രാവിലെ പേഴ്സിന്ന് 2,000 രൂപ കാണാതായപ്പോ ഞാൻ നിന്നെ സംശയിച്ചില്ല. എന്റെ ഓർമ്മ പിശകാണെന്ന് വിചാരിച്ചു. പക്ഷേ ഇടയ്ക്കുള്ള നിന്റെ വരവും പോക്കും ചാർജർ അന്വേഷണം കണ്ടപ്പോ എനിക്ക് ചെറിയ സംശയം തോന്നിയത്. അപ്പോഴായി ലെറ്റർ കാണാനിടയായത്. കണ്ണിലിരുട്ട് കയറി എന്നുള്ളതാ സത്യം. മുത്തശ്ശ, ഇത് ഓഫീസിൽ പറ്റിയ ഒരു അബദ്ധമാണ്. എന്റെ കുറ്റമല്ല. മിണ്ടരുത്. പിന്നെയും കള്ളക്കഥ ഉണ്ടാക്കുന്നോടാ. ഓഫീസിൽ പോയി മാഡത്തെ കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. ഗിഫ്റ്റ് വാങ്ങിച്ചത് എന്തിനാണെന്ന് അവര് പറഞ്ഞു. ഓരെങ്കിൽ കൈക്കൂലി വാഗ്ദാനം ചെയ്തു. ഉള്ള ജോലി കളഞ്ഞു കാൽക്കാശന് ഗതിയില്ലാതെ നിൽക്കുന്ന നീ കൈക്കൂലി കൊടുക്കാൻ എവിടുന്ന് കാശുണ്ടാക്കൂടാ? ഓ, മോഷ്ടിക്കാമല്ലോ അല്ലേ? 2,000 രൂപ കട്ടെടുക്കുന്നവന് 20,000-ഓ 20 ലക്ഷമോ കട്ടെടുക്കാൻ ഒരു മടിയും ഉണ്ടാവില്ല. വേണ്ടി വരും അത്. കമ്പനിക്ക് നഷ്ടപരിഹാരം കൊടുക്കണ്ടേ? വിവരം അറിഞ്ഞപ്പോഴുണ്ടായ വിറയൽ എന്റെ ദേഹത്തിന് ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. നേരേതറിയുമ്പോ എന്തായിരിക്കും സംഭവിക്കാന്ന് ഓർത്തിട്ട് എനിക്ക് ഭയം തോന്നും. പ്രശ്നമാവോ? ആകെ പ്രശ്നമായി പ്രിയങ്ക. മുത്തശ്ശൻ വരെ അറിഞ്ഞു കഴിഞ്ഞു. അടുത്തത് അമ്മയാ. എന്റെ ജോലി നഷ്ടപ്പെട്ടെന്ന് അമ്മ അറിഞ്ഞ എനിക്കറിയില്ല എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. നീ ഈ വിഷയം നേരത്തെ ബുദ്ധിപൂർവ്വം ഹാൻഡിൽ ചെയ്യണമായിരുന്നു. നീയും കുറ്റപ്പെടുത്തുക തന്നെ. വീട്ടിലിത് കുറെ കേട്ടിട്ടാ ഫ്രണ്ടായ നിന്നോട് ഷെയർ ചെയ്തത്.
അപ്പോ ഇല്ലടാ, ഞാൻ നിർത്തി. ഓർക്കാതെ പറഞ്ഞു പോയതാ, സോറി. ആ ജൂലി മേഡം ഒപ്പിച്ച പണിയാ, അവരും അവരുടെ ഒരു കമ്പനി. ശരിയാണ്, ഇത്രയും നാൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവസാനം കാല് മാറി. എല്ലാ കുത്തക കമ്പനികളും ഇങ്ങനെ തന്നെയാ. പക്ഷെ നീ തോറ്റു പോകരുത്, പിന്നിലേക്ക് മാറി ഒതുങ്ങി കൂടരുത്. പുതിയൊരു കമ്പനി തുടങ്ങ്, അതിനുള്ള കഴിവ് നിനക്കുണ്ട്. ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാകും. അതിന് പണം വേണ്ടടി. പണം വേണം. ഒരു വഴിയും കാണാതെ നിൽക്കുവാ ഞാൻ. വഴിയൊക്കെയുണ്ട്, നീ വിചാരിക്കണമെന്ന് മാത്രം. കല്യാണം കഴിഞ്ഞ് ഇത്രയായില്ലേ? നിലയുടെ വീട്ടിൽ നിന്ന് നിഖിലിന് എന്ത് കിട്ടി? അത്യാവശ്യം ക്യാഷുള്ള ടീമല്ലേ അവര്. അങ്ങനെ ഭാര്യ വീട്ടിലെ പണം മോഹിച്ചല്ല ഞാൻ അവളെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചത്. ഇന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സ്ത്രീധനത്തിന്റെ കാര്യം എന്റെ വീട്ടിൽ പറയാൻ പോലും പറ്റില്ല. പറയണ്ട. ഡൗറി എന്നോ സ്ത്രീധനോ എന്ന വാക്ക് പറയേ വേണ്ട. നിനക്കൊരു അത്യാവശ്യം വന്നു, അതിനുള്ള ക്യാഷ് അവരിങ്ങോട്ട് തരുന്നു. ദാറ്റ്സ് ഓൾ. അപ്പോ നിളയുടെ അച്ഛനും അമ്മയും അറിയില്ലേ ഞാൻ തകർന്നു നിൽക്കുവാണെന്ന്? അതറിയിക്കാതെ കൈകാര്യം ചെയ്യാനുള്ള മിടുക്ക് നിളയാണ് കാണിക്കേണ്ടത്. പുതിയ കമ്പനി നിനക്ക് വേണ്ടി മാത്രമുള്ളതല്ല, നിളയുടേത് കൂടിയല്ലേ. അങ്ങനെയൊക്കെയാണ് ഭാര്യ യഥാർത്ഥ സ്നേഹം ഭർത്താവിനെ കാണിക്കേണ്ടത്, അല്ലാതെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചോ അല്ല. മോനാണ് എന്റെ സ്വത്ത്. അവനു വേണ്ടിയാണ് ഈ ജീവിതം. അതിനിടയില് മറ്റുള്ളവരുടെ ചാബല്യങ്ങൾ ഓർത്ത് സമയം പാഴാക്കുന്നത് എന്തിനാ? അതല്ല മീര. ആരുടെയെങ്കിലും ഫോൺ എടുക്കാതെയും മുഖം കൊടുക്കാതെയും ഒഴിഞ്ഞു മാറേണ്ട ആവശ്യമില്ല. ഒളിച്ചിരിക്കേണ്ട കാര്യവുമില്ല. ഒന്ന് ഫേസ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. മീരയും അയാളും തമ്മിൽ ഇപ്പോ ഒരു അകലത്തിലാണ്. ഞാനായിട്ട് സംസാരിക്കാൻ അവസരം ഉണ്ടാക്കി ആ അകലം കുറയ്ക്കുന്നത് എന്തിനാണ്? എന്താച്ചാ? ഒന്നുമില്ല. ആരായിരുന്നു ഫോണില് സംസാരിക്കുന്ന കേട്ടല്ലോ? അത് ഗ്യാസ് ഏജൻസിന്നാ. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോന്നൊരു അന്വേഷണം. അടിക്കടി ഗ്യാസിന്റെ വില കൂട്ടാതിരുന്നാ മതിയെന്ന് ഞാൻ പറഞ്ഞു. ഹലോ. സർ, മീരയോട് ഞാൻ ചോദിച്ചു. നിങ്ങളെ കാണാനോ സംസാരിക്കാനോ അവൾക്ക് താല്പര്യമില്ല. അപ്പൊ ശരി, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. വഴക്ക് പറയല്ലേ മോളെ. ബെഡ്ഷീറ്റും കർട്ടനും എല്ലാം കൂടി കുറെ ഉണ്ടായിരുന്നല്ലോ അലക്കിയിടാൻ. ഞാൻ വാഷിംഗ് മെഷീൻ ഓൺ ചെയ്തതേ ഇല്ല കേട്ടോ. വിമല മോൾക്ക് കുടിക്കാൻ കാപ്പിയോ ഹോർലിക്സോ എടുക്കട്ടെ? അതോ ഞാൻ തറ തുടച്ചിട്ട് മതിയോ? രാവിലെ എടുത്തു വെച്ച ദോശ ഞാനിതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. ജോലി തീർത്തിട്ടാകാന്ന് വിചാരിച്ചു. ദോശ ഇരുന്ന് തണുത്ത് കാണും, സാരമില്ല.
അമ്മേ മോനെ ഉദയ മക്കളെ അമ്മയുടെ മോനെ അമ്മേ 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 എന്തു പറ്റി അമ്മേ? അച്ഛനെവിടെ? നീ എന്താ മോനെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? കമ്പനിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഒരാവശ്യത്തിന് വന്ന അമ്മേ. ഒരാഴ്ച അവധിയുള്ളൂ. ഇങ്ങോട്ട് വരാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല. പക്ഷെ ഒരു ദിവസത്തെ ബ്രേക്ക് കിട്ടി. ഭാഗ്യത്തിന് ഫ്ലൈറ്റ് ടിക്കറ്റും ഒക്കെ ആയി. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി ഇങ്ങോട്ട് പോന്നു. അച്ഛൻ ഗുരുവായൂർക്ക് തൊഴാൻ പോയിരിക്കുക. വിമലയോ? വിമല എവിടെ അമ്മേ? വിമല ബാങ്കിൽ പോയതാണെന്ന് തോന്നുന്നു. അമ്മയോട് പറഞ്ഞില്ലേ എവിടേക്കാ പോകുന്നെന്ന്? പറഞ്ഞു, പക്ഷെ ഞാൻ മറന്നുപോയി. ജോലിക്കാരിയോ? ഏത് ജോലിക്കാരി? മാസം 15,000 രൂപ ശമ്പളത്തില് ഇവിടെ ഒരു ജോലിക്കാരി വെച്ചിട്ടുണ്ടല്ലോ. വിമല അങ്ങനെയാ പറഞ്ഞത്. ജോലിക്കാരി ഉണ്ടായിരുന്നു. ഇപ്പോ കുറച്ചു ദിവസമായിട്ട് വരുന്നില്ല. സുഖമില്ല പോലും. അമ്മയെന്താ എന്തോ മറച്ചു വെച്ച് സംസാരിക്കുന്ന പോലെ? എന്താ എന്റെ മുഖത്ത് നോക്കി സംസാരിക്കാത്തെ? അമ്മേ, വിമലെ അമ്മയ്ക്ക് പേടിയാണോ? എന്നിട്ടും അവളെ കുറ്റപ്പെടുത്താതെ എന്റെ മുന്നിൽ രക്ഷപ്പെടുത്താൻ നോക്കുന്നു. ഞാനേ മോന് ചായ എടുത്തോണ്ട് വരാം. ആ കാലമാടന്റെ ഓട്ടോയ്ക്ക് പണി മുടക്കാൻ കണ്ട നേരം എന്താ ചെയ്യും? ആരാ? ഉദയേട്ടൻ. മിണ്ടല്ലേ മിണ്ടല്ലേ. ഉദേട്ടാ, ആ, എന്തൊക്കെയുണ്ട്? ഓ എന്തു വിശേഷവാ? എന്നും ഒരേ ടൈം ടേബിൾ അല്ലയോ? അടുക്കള തന്നെ ശരണം. നീ ഇപ്പൊ എവിടെയാ? ഫ്ലാറ്റില്. ജോലി തന്നെ ജോലി. തറയെല്ലാം ക്ലീൻ ചെയ്ത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇനി തുണി നനയ്ക്കാൻ കിടക്കുക. ആ, എല്ലാവരുടെയും ഡ്രസ്സ് ഞാൻ തന്നെ കഴുകല്ലയോ? നീ പുറത്തേക്കൊന്നും പോവാറില്ലേ? ഓ, പുറത്തോട്ട് എന്റെ ഉദയേട്ട ഞാൻ എവിടെ പോവാനാ? അടച്ചിട്ട കിളിയെ പോലല്ലേ. പുറം ലോകം കണ്ടിട്ട് നാളുകളായി. അമ്മ എവിടെ? അമ്മയ്ക്കേ ഞാൻ രാവിലെ പാൽക്കഞ്ഞി ഉണ്ടാക്കി കൊടുത്തു. അത് കഴിച്ചിട്ടേ ഇരുന്ന് ടി വി കാണുവാ. എന്നിട്ട് കേസ് നടത്താൻ വേറൊരു തുക മാറ്റി വെച്ചിരുന്നാ മതി. ഞാൻ നിങ്ങളുടെ പേരിലെ കേസ് കൊടുക്കാൻ പോവാ. നോക്കിക്കോ. പ്രശ്നമാവില്ലേ സർ? പ്രശ്നമായാലേ ഫേസ് ചെയ്യണം. അല്ലാന്താ? മീര മാഡത്തെ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? മാഡം വന്നാ അവര് തമ്മിലുള്ള ഉടക്ക് അങ്ങനെ തന്നെ തുടരട്ടെ. പക്ഷെ ഇവിടെ കാര്യങ്ങൾ കുഴപ്പത്തിലാവുമല്ലോ.
മോളെ എന്താ നീ പറഞ്ഞത്? അതെ പപ്പൂസൻ, നിഖിലിന് ജോലി നഷ്ടപ്പെട്ടു. മോളെ, നീ വെറുതെ പതിവ് കുറുമ്പ് കാണിക്കില്ലേ? ഇത് സീരിയസ് ആയ മാറ്ററാണ്. കുറുമ്പല്ല, അവനിപ്പോ ജോലിയില്ല. എന്താ സംഭവിച്ചത്? നിഖിൽ കൃത്യമായിട്ട് ഓഫീസിൽ പോയിരുന്നാണല്ലോ. പക്ഷെ ജോലിയിൽ അവൻ പങ്ക്ച്വലല്ലായിരുന്നു. കള്ളു കുടിച്ചും കമ്പനി കൂടിയും നടന്നു കാണും. അവനെ പ്രേമിച്ചിട്ട് ഒരു ബന്ധം ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ സൂക്ഷിക്കണമെന്ന്. എന്നിട്ടിപ്പോ എന്തായി? ഹേമേ, ഞാൻ പറയുന്നതാണല്ലോ കുറ്റം. പപ്പൂസും മോളൂസും കൂടി എന്ത് കാണിച്ചാലും നമ്മൾ മിണ്ടാതെ എസ് മൂളണം. അമ്മ എന്ത് പറഞ്ഞാലും എനിക്കിപ്പോ കേട്ട് മിണ്ടാതെ നിൽക്കാനേ പറ്റൂ. സമ്മതിച്ചല്ലോ. നല്ല ഒന്നാം തരം കുടുംബത്തിന്ന് ഒന്നാം തരം പയ്യനെ ഞാൻ കണ്ടുപിടിച്ചു തരുമായിരുന്നു നിനക്ക്. ആലപ്പുഴയെന്നാ ഞങ്ങള്. എന്റെ പേര് മഹാദേവൻ ഉണ്ണിത്താൻ. മങ്കൊമ്പിൽ തറവാട് എന്ന് പറയും. ഇതെന്റെ ഭാര്യ ശ്രീദേവി തങ്കച്ചി. ഞാൻ പെൻഷൻ പറ്റിയൊരു സർക്കിൾ ഇൻസ്പെക്ടർ ആണ്. പരിഹാസം മനസ്സിലായി. കയറുവാ രണ്ടുപേരും. നിങ്ങളെന്താ ഇരിക്കാത്തത്? ഇങ്ങോട്ട് ഇരുന്നേ മനുഷ്യ. ആരാച്ചാ? ഞങ്ങളെ മനസ്സിലായോ ആവോ? മങ്കോമ്പിന്ന് എങ്ങനെ മനസ്സിലാവാനാ? എത്ര കൊല്ലം മുമ്പ് കണ്ടതാ. ഓ, അവരിപ്പോ സിറ്റിയിലെ ആഡംബര ഫ്ലാറ്റിൽ താമസിക്കുന്നു. നമ്മളോ കുട്ടനാട്ടിലെ പഴയ വീട്ടിൽ കഴിഞ്ഞുകൂടുന്നു. നമുക്ക് ചൂട് മാറ്റാൻ പാള വിശറി. ഇവിടെ എയർ കണ്ടീഷൻ. അങ്ങനെയൊന്നുമില്ല കുഞ്ഞമ്മേ. ചിറ്റപ്പനെയും കുഞ്ഞമ്മയൊന്നും ഞങ്ങളും മറന്നിട്ടില്ല. ഓ, കേൾക്കാൻ കൊള്ളാം. എന്നാലും ഇങ്ങനെ ഒരു അനിയൻ നാട്ടിലുള്ളപ്പോ ചേട്ടന് വല്ലപ്പോഴും ഒന്ന് വിളിക്കായിരുന്നല്ലോ. അനിയന് ചേട്ടനെയും വിളിക്കുക. ഒരേ ഒരു ഇളയ സഹോദരനാ ഞാൻ. ഒരേ ഒരു ജ്യേഷ്ഠ സഹോദരനാ ഞാൻ. ബന്ധം പറഞ്ഞ് കളിച്ചോണ്ടിരിക്കാനല്ല നമ്മൾ വന്നത്. അതല്ല ശ്രീ. മിണ്ടാതെ ഇവിടെ ഇരുന്നോണം, ഞാൻ സംസാരിച്ചോളാം. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. വേണ്ട, മീര നിന്നെ. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നത്. തറവാട്ടിലെ സ്വത്തിന്റെ കാര്യമാണ്. അതിന് പ്രത്യേകിച്ച് എന്ത് സംസാരിക്കാനാണ്? ഞാൻ, ഇവൻ, ഇളയവൾ ജലജ, ഞങ്ങൾ 3 പേരാണ് സഹോദരങ്ങൾ. ജലജയ്ക്കുള്ള ഓഹരിയെല്ലാം കൊടുത്തതാണ്. അവളും കുടുംബവും പൂനെയിൽ സുഖമായി ജീവിക്കുന്നു. മൂത്ത ചേട്ടൻ ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നു. ഇതിനിടയിലുള്ള ഞങ്ങളോ? നിങ്ങൾക്ക് എന്താ കുഴപ്പം? മഹാദേവന് ജോലി ഉണ്ടായിരുന്നു, ഇപ്പോ പെൻഷനും ഉണ്ട്. അത് പോരല്ലോ. പറയുമ്പോ മങ്കൊമ്പ് തറവാട്ടിൽ ഇഷ്ടംപോലെ സ്വത്തുക്കളുണ്ട്. ഹിന്ദു കുടുംബങ്ങളുടെ സമ്പ്രദായം അനുസരിച്ച് മൂത്ത മകൻ വേറെ വീട് വെച്ച് താമസിക്കുമ്പോ കുടുംബത്തിൽ താമസിക്കുന്ന ഇളയ മകനാണ് തറവാട് വീട്.